പ്രചരണ പരിപാടി ഔദ്യോഗികമായി ഇന്ന് ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അവിടെ ആ മണ്ഡലത്തിനകത്ത് വളരെ സജീവമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നുണ്ട്. കഴിയുന്നത് പോലെ പരിഹാരങ്ങൾ കണ്ടെത്തി നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒരു പ്രചരണം ആരംഭിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഔപചാരികത അവിടെ ഇല്ല എങ്കിൽ പോലും നമ്മളൊരു ഔദ്യോഗികമായി നമ്മൾ ആരംഭിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അത് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ റോഡ് ഷോയോട് കൂടി നമ്മൾ മണ്ഡലത്തിലേക്ക് ഒരു ഔദ്യോഗിക പ്രചരണത്തിൻ്റെ എൻട്രി നമ്മൾ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീപത്മനാഭൻ്റെ നടയിൽ തൊഴുതുകൊണ്ട് ഇറങ്ങി ആ ഒരു പ്രചരണത്തിലേക്ക് കിടക്കണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ആ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. നഗരത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം MLA ആയിരുന്ന ഒരാൾ അവിടെ നിന്ന് ഒരു മന്ത്രി ആദ്യമായിട്ടാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരേണ്ടുന്ന യഥാർത്ഥത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, വികസന സാധ്യതകൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഈ റോഡിൽ കുഴിയടച്ചു എന്നൊക്കെ പറയുന്നത് മഹാകാര്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയെ ലഭിച്ച ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡിൽ കുഴിയടച്ചു എന്നുള്ളതല്ല അദ്ദേഹം അവിടെ നടത്തേണ്ടിയിരുന്ന യഥാർത്ഥ വികസനം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വലിയ സമരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന സാഹചര്യം തന്നെയാണ്. ആ ആശുപത്രിക്ക് അകത്തുള്ള സൗകര്യങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഏതെങ്കിലും ഒരു കെട്ടിടം കിട്ടി എന്നുള്ളതല്ല വികസനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വികസനത്തിന് നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ തന്നെ മാത്രമല്ല അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ അദ്ദേഹം ആ പരിസരത്ത് പോലും എത്തുന്നില്ല. ഇപ്പൊ ജനകീയ വിഷയങ്ങളിൽ എവിടെ നോക്കിയിരുന്നാലും അദ്ദേഹം ആബ്സെന്റ് ആണ്. അതിന്റെ വെറും ഒരു ദിവസം മുമ്പാണ് അദ്ദേഹം നമ്മുടെ വലിയ ഒരു യാത്ര സ്വരാജൊക്കെ പങ്കെടുക്കുന്ന ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മണ്ഡലത്തിൽ ലൈവായിരുന്നു. പക്ഷേ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ ആശുപത്രിയിലോ ആ പരിസരത്തോ ആ ബന്ധുക്കളെ ഒന്ന് കാണാൻ ഈ നിമിഷം വരെയും ആ കുഞ്ഞിന്റെ ബന്ധുക്കളെ അദ്ദേഹം പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ആബ്സെന്റ് ആണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ പോത്തങ്കോട് പോലെയുള്ള ജംഗ്ഷനുകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള ജംഗ്ഷനുകളാണ്. ഒരു മന്ത്രിയെ ലഭിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിക്ക് എന്തുമാത്രം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പറ്റിക്കുന്ന വികസനങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പറ്റിക്കുന്ന വികസനങ്ങളെന്ന് കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന തലത്തിൽ താൽക്കാലികമായി നമ്മൾ ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ വലിയ വികസനം നടത്തി എന്നുള്ള തരത്തിലുള്ള കൊട്ടിഘോഷിക്കുന്ന ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷയിലാണ് അവിടെ.